കേരള സംസ്ഥാന സർക്കാരും വിനോദസഞ്ചാര വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഓണം വാരാഘോഷം 2025 കരമന പുഴയോരം എന്ന ഈ വേദിയാണിത്. വലിയ സന്തോഷവും അനുഗ്രഹമാണ് അല്ലെ, ഇത്തരത്തിലൊരു വേദി നമ്മുടെ മണ്ഡലം MLA കൂടിയായ വി ശിവൻകുട്ടി അവർ നമുക്ക് സമ്മാനിച്ചതിന്. ഈ ഒരു വേദിയിൽ എത്തിപ്പെടാൻ, ഈ പ്രാദേശികരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ എത്തിച്ചേരാനും നല്ല നല്ല മെലഡീസ്, നല്ല നല്ല പാട്ടുകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മന്ത്രി നമുക്ക് ഒരുക്കി തന്ന ഈ ഒരു വലിയ വേദി വലിയൊരു സമ്മാനമാണ്. ഒരു ഓണ സമ്മാനം കൂടിയാണ്. ഇത്രയും കാലം ഇല്ലാതിരുന്ന വലിയൊരു സമ്മാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ഈ വേളയിൽ നമുക്ക് നല്ലൊരു കൈയടികളോടെ അറിയിച്ചാലോ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹ ആദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ പുതിയ വേദിയും കലാകാരന്മാർക്കും പാട്ടുകൾ ആസ്വദിക്കാൻ ഏറ്റവും ഇഷ്ടത്തോടെ പാട്ടുകൾ ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു പുതിയ വേദിയുടെ സൃഷ്ടി ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അങ്ങയോട് നന്ദി പറയണോ ശ്രീ മിനിസ്റ്റർ. നമ്മുടെ വയലാർ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഈ ഒരു അവസരം തന്നതിന് പുഴയോരത്തിനും ഒരുപാട് താങ്ക്സ്. വേദിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്നേഹ ആദരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. വയലാർ സാംസ്കാരിക വേദിക്ക് വേണ്ടിയിട്ട് ശ്രീ മണക്കാട് രാമചന്ദ്രൻ അവർക്ക് മന്ത്രിയെ പൊന്നാട അണിയിച്ച് ഞങ്ങളുടെ സ്നേഹ ആദരവ് സ്വീകരിക്കുകയാണ്. മന്ത്രി, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നന്ദി. ഞാനിത് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല വന്നത്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഇവിടെ നോക്കിയിട്ട് പോകും. ആ കൂട്ടത്തിൽ വന്നതാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവിടെ മെട്രോ വാർത്തയുടെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂജപ്പുര ന്യൂസ് 24ന്റെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നെ അങ്ങോട്ട് പോകാൻ നിവർത്തിയില്ല. 33 കേന്ദ്രങ്ങളിൽ ഇതേ രൂപത്തിൽ കലാപരിപാടികൾ നടക്കുകയാണ്. ഇന്നലെ കൊണ്ട് 10 ലക്ഷം പേർ ഈ കലാപരിപാടി വൈദ്യുതി അലങ്കാരവും കണ്ടിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് വെള്ളയമ്പലത്ത് വെച്ച് ഗവർണർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോഷയാത്രയായിരിക്കും. അതോടുകൂടി ഓണാഘോഷം തീരുകയാണ്. ഓണാഘോഷം തീരുമ്പോൾ ഒരു 20-25 ലക്ഷം ആൾക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ പങ്കെടുക്കുകയാണ്. 7000 കലാകാരന്മാർ അവർ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ 33 കലാവേദികളിലായിട്ട് പങ്കെടുക്കും. അതിലേതാണ്ട് ഒരു 2000 പേർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള കരകൾ വെച്ച് അവർക്കെല്ലാം ഓണത്തിനോ ഇതേപോലെ വല്ലപ്പുഴയ്ക്കോ നാളത്തെ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ അവധിയാണ് സ്കൂളുകൾക്ക്. കുട്ടികളെ കൊണ്ട് എല്ലാ കുടുംബാംഗങ്ങൾക്കും പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന്